ഈ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം 22ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്നവർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. രാവിലെ 10:30-ക്കാണ് മാർച്ച് എന്ന് പറയുന്നത്. അതേസമയം ആശാ വർക്കർമാരോടുള്ള സർക്കാരിന്റെ പ്രതികാര നടപടി ഒരു ഘട്ടത്തിൽ തുടരുകയുമാണല്ലോ. പ്രശാന്ത്, അതിന്റെ വിവരങ്ങൾ എന്താണ്? ഇന്ന് രാവിലെ 10:30 മുതലാണ് ഈ മാർച്ച് ആരംഭിക്കുന്നത്. രാപ്പകൽ സമരവേദിയായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തന്നെയാണ് സമരം ആരംഭിക്കുക. അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന സമരം നിയമസഭയിലേക്ക് മാർച്ചായി മാർച്ച് നിയമസഭയിലേക്ക് നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരമാവധി ഈ ആശാപ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മാർച്ച് സംഘടിപ്പിക്കുക. നമുക്കറിയാം, നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതികാര നടപടികൾ ഉണ്ടായിരുന്നു. ഇന്ന് 22ാം ദിവസത്തിലേക്കാണ് ഈ സമരം കടക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് സമരം ആരംഭിച്ചത്. എന്നാൽ ഈ സമയമാകുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് അനുകൂലമായിട്ടുള്ള, അതായത് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ സമരം ആരംഭിച്ചത് ആ കാര്യങ്ങളിലൊന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് സമരസമിതിക്കാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരം കൂടുതൽ ശക്തമാക്കുകയാണ് സമരസമിതി ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, സർക്കാരിന്റെ ഭാഗത്തുള്ള പ്രതികാര നടപടി എന്ന് പറയുന്നത് ആദ്യം കേസെടുത്തുകൊണ്ടായിരുന്നു. സമരത്തിൽ ഏർപ്പെട്ട മഹാസംഗമം അടക്കമുള്ള സമരത്തിൽ ഏർപ്പെട്ടവർക്കെതിരെ കേസെടുത്തിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ സമരക്കാരുടെ മഴ നനയാതിരിക്കുവാൻ കിട്ടിയ ഷീറ്റ് അടക്കം പൊളിച്ചുകൊണ്ടുള്ള പ്രതികാരം സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതെല്ലാമാണ് സമരക്കാരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമാക്കുക, അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ 10:30-ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത്. ഓക്കെ, ശരി പ്രശാന്ത്.